Hello and welcome to the show. This is 1 Minute 1 Doubt, where we answer your questions on canon law. അച്ഛാ 1 minute 1 doubt. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഒരു കല്യാണം നടന്നു. അപ്പോൾ അവർ താലി കൊണ്ടുവരാൻ മറന്നുപോയി. വികാരിയച്ഛൻ പറഞ്ഞ് താലി വേണ്ട, നമുക്ക് കല്യാണം നടത്താം. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു സങ്കടം. താലി കെട്ടാണ്ടുള്ള വിവാഹം അത് ശരിക്കും ഒരു വാലിഡായിട്ടുള്ള കല്യാണമാണോ വെച്ചാൽ? തീർച്ചയായും കാനോൻ 1057 അനുശാസിക്കുന്നത് നിയമാനുസൃതം കഴിവുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ നിയമപരമായി സമ്മതം പ്രകടിപ്പിക്കുമ്പോൾ വിവാഹം നിലവിൽ വരുന്നു എന്നാണ്. താലി ഭാരത സംസ്കാരത്തിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. മോതിരം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ താലിയും മോതിരവും സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിംബൽസാണ്, സാമൂഹിക സാംസ്കാരിക അടയാളങ്ങൾ. രണ്ട് വ്യക്തികൾ, വരനും വധുവും, പ്രാദേശിക സഭാധികാരിയുടെയോ ഇടവക വികാരിയുടെയോ അവർ നിയോഗിക്കുന്ന വൈദികന്റെയോ ഡീക്കന്റെയോ രണ്ട് സാക്ഷികളുടെയും മുമ്പിൽ സമ്മതം പ്രകടമാക്കുമ്പോൾ വിവാഹം സാധുവായി നിലവിൽ വന്നു കഴിയും. താലിയും മോതിരവുമല്ല വിവാഹത്തെ സാധുവാക്കുന്നത്. സോ വാട്ട് മേക്സ് മാരേജ്? കൺസെന്റ്, അതായത് സമ്മതം മേക്സ് മാരേജ്. ദാറ്റ്സ് ഓൾ.